Hi friends, I am your educator Unis Mutangal. Welcome back to my channel Success Radical. ഓക്കെ, ഇന്ന് നമുക്ക് പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ബ്ലോക്ക്. ഓക്കെ, അതിലോട്ട് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ പാർട്ടിൽ കുറച്ച് ഹോംവർക്ക് തന്നിരുന്നു, അതൊന്ന് പറഞ്ഞുതരാം. അതിൽ ഈ ഹോംവർക്ക് അഥവാ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ടതുള്ളൂ. ഇതിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും ഒന്നും ബുദ്ധിമുട്ടില്ല. തേർഡ് ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ് ആവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഷെൽ പ്രസൻറ്റ് ഇൻ ദ ആറ്റം? ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകളുണ്ട്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ബാഹ്യതമ ഷെല്ലിൻ്റെ ബാഹ്യതമുള്ള സബ് ഷെല്ലിൻ്റെ പിറകിൽ എത്രയാണോ നമ്പർ അഥവാ ഔട്ടർ മോസ്റ്റ് സബ് ഷെല്ല് നോക്കുക. ഫസ്റ്റത്തെ കേസിൽ 3s ആണുള്ളത്, അപ്പോൾ 3 ഷെൽസ് ഉണ്ട്. രണ്ടാമത്തെ കേസിൽ 4s1 ആണുള്ളത്, 4 ഷെൽസ് ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ സബ് ഷെൽ ഓഫ് ഈച്ച് ഷെൽ? ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകൾ ഏതെല്ലാം നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഫസ്റ്റിൽ എസ് മാത്രമാണ്, സെക്കൻഡിൽ എസും പിയും, തേർഡിൽ എസ് മാത്രം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മാത്രമാണ് ഉദ്ദേശിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ രണ്ടാമത്തെ ആൾ 1ൽ എസ് മാത്രം, 2ൽ എസ് പി, 3ൽ എസ് പി ഡി, 4ൽ എസ് മാത്രം. തേർഡ് ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ആൻസേഴ്സ് നോക്കിയപ്പോൾ എല്ലാവർക്കും തെറ്റുന്നൊരു ക്വസ്റ്റ്യനാണത്. വിച്ച് ഈസ് ദ സബ് ഷെൽ ടു വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ വാസ് ആഡഡ്? അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത് ഏത് സബ് ഷെല്ലിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് കേസിൽ ഈസിയാണ്, എസ്സിലാണ്, നോ ഡൗട്ട്. സെക്കൻഡ് കേസിൽ ഡിയിലാണ്, എസ്സിലല്ല. നമ്മൾ എനർജി നോക്കുമ്പം, ഊർജ്ജ വ്യത്യാസം നോക്കുമ്പം 3p6 കഴിഞ്ഞിട്ട് നേരെ ഫില്ല് ചെയ്യാൻ പോകുന്നത് 4sലോട്ടാണ്. ഓക്കെ, ആ 4s ഫില്ല് ചെയ്തതിന് ശേഷമാണ് 3dയിൽ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ 3d ഫില്ല് ചെയ്ത് 3d5 വരെ ഫില്ല് ചെയ്യും. ഓക്കെ, അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓർഡറിലെ ഷെല്ലിൻ്റെ ഓർഡറിലാണ് നമുക്ക് ഇവിടെ ആൻസർ ഈ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഉണ്ടാവുക. 3 കഴിഞ്ഞാൽ 4 എന്ന ഓർഡറിലാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ എഴുതുക. പക്ഷെ ഒരിക്കലും അത് എനർജീൻ്റെ ഓർഡറല്ല. എനർജീൻ്റെ ഓർഡർ 3p കഴിഞ്ഞാൽ 4s ആണ്, 4s കഴിഞ്ഞാൽ 3d ആണ്. അങ്ങനെ ഏറ്റവും അവസാനം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 3dയിലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി ഷെല്ലാണ്. അടുത്തത്, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ആറ്റം? രണ്ടിൻ്റെയും മുകളിലെ റെഡ് കളറിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം ടോട്ടൽ കൗണ്ട് ചെയ്ത് കൊടുക്കുക. ആദ്യത്തേത് 12 ഇലക്ട്രോൺ ഉണ്ട്, രണ്ടാമത്തേത് 24 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആറ്റോമിക് നമ്പർ? എത്രയാണ് ആറ്റോമിക് നമ്പർ എന്നത്? എത്രയാണോ ഇലക്ട്രോൺ അതിനുള്ളത് അതാണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ. അതും ഫിനിഷ്. ദെൻ അതിൻ്റെ ഷോർട്ടസ്റ്റ് ഫോം ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. 12 നിയോൺ 10 ആണെന്നറിയാം, പിന്നെ 3s2 12ആയി. അടുത്തത് 24 ആർഗൺ 18, 35, 4s1. ദാറ്റ്സ് ഓൾ അബൌട്ട്. അത്രയേ ഉള്ളൂ ഈ എല്ലാ ക്വസ്റ്റ്യനും കൂടെ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ 9th പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിച്ചു. അതിൽ ഓരോ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിച്ചു, അതിൻ്റെ പേരുകളൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിയർ വി ആർ സ്റ്റഡി അനദർ വേ ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ. നമ്മൾ ഇവിടെ മോഡേൺ പീരിയോഡിക് ടേബിളിനെ ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അനുസരിച്ച് അഥവാ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് 4 ബ്ലോക്കുകളാക്കി മാറ്റിയിട്ടുണ്ട്. On the basis of electronic configuration, elements are classified into 4 blocks. ഏതൊക്കെയാണ്? S block, P block, D block and F block. എങ്ങനെയാണ് ഓരോ എലമെൻറ്റും ഏത് ബ്ലോക്കിലാണ് പോകുന്നത് എന്ന് നിർണ്ണയിച്ചത് എങ്ങനെയാണെന്നറിയോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്ത് നോക്കുക, അഥവാ ഇലക്ട്രോൺ വിന്യാസം എടുത്തിട്ട് ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ പോകുന്നത് അതായിരിക്കും അതിൻ്റെ ബ്ലോക്ക്. The block to which the element belong will be the same as the subshell to which the last electron is added. Okay, നോക്കൂ,
ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് 2 എന്നിവ ഏത് ബ്ലോക്കിലാണ്? എസ് ബ്ലോക്കിലാണ്. ഇനി ഗ്രൂപ്പ് 3 മുതൽ 12 വരെ ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. 13 മുതൽ 18 വരെ ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്കാണ്. ഇനി പീരിയോഡിക് ടേബിളിൻ്റെ അടിയിലുള്ള 2 റോ ആയിട്ട് കാണുന്നതാണ് എഫ് ബ്ലോക്ക്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ലാന്തനൈഡ് ഫാമിലി, ആക്ടിനൈഡ് ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് അവരെ. നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ നോട്ട്സാണിത്. ഏത് സബ് ഷെല്ലിലാണോ അവസാനമായി ഇലക്ട്രോൺ നിറയുന്നത് അഥവാ പൂരണം നടക്കുന്നത് അഥവാ ആഡ് ചെയ്യപ്പെടുന്നത് അതായിരിക്കും ആ എലമെൻറ്റിൻ്റെ ബ്ലോക്ക് എന്നും 1, 2 ഗ്രൂപ്പുകൾ എസ് ബ്ലോക്കിലും 3 മുതൽ 12 വരെ ഡി ബ്ലോക്കാണെന്നും 13 മുതൽ 18 വരെ ഉള്ള ഗ്രൂപ്പുകൾ പി ബ്ലോക്കാണെന്നും പിന്നീട് പീരിയോഡിക് ടേബിളിൽ അടിയിൽ കാണുന്ന 2 റോ എഫ് ബ്ലോക്കാണെന്നുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന സംഭവം. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അവസാന ഇലക്ട്രോൺ പോകുന്നത് ഏതാണോ അതാണ് ബ്ലോക്ക് എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോരല്ലോ, നമുക്കൊന്ന് നോക്കണ്ടേ. യെസ്, വി ആർ ഗോയിങ് ടു ചെക്ക്. യെസ്, ഇവിടെ കുറച്ച് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്, മൂലകങ്ങൾ തന്നിട്ടുണ്ട്. സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആറ്റോമിക് നമ്പറാണ്. സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അഥവാ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് അടുത്ത കോളത്തിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റുള്ള എലമെൻറ്റ് ലിഥിയത്തിൻ്റെ കേസിൽ അവസാനമായിട്ട് ഇലക്ട്രോൺ നിറയുന്നത് അഥവാ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണ്? എസ് സബ്ഷെല്ലിലാണ്. അപ്പോൾ ഇയാളെ ബ്ലോക്ക് ഏതാണ്? എസ് ബ്ലോക്കാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പീരിയോഡിക് ടേബിൾ എടുക്കുക, എന്നിട്ട് ഇതൊന്ന് കൺഫേം ചെയ്യുക. പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാമല്ലോ, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്. നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു പീരിയോഡിക് ടേബിൾ 5 രൂപ ഞാൻ കൊടുത്താൽ മതി, വാങ്ങാൻ കിട്ടും. അതിന് കഴിയില്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ടാവും, നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ദെൻ സെക്കൻഡ് എലമെൻറ്റ് മഗ്നീഷ്യം, അറ്റോമിക് നമ്പർ 12, ഇലക്ട്രോൺ എണ്ണം 12. ഓക്കെ, അപ്പോൾ 1s2, 2s2, 2p6, 3s2. അവസാനമായി ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നത് ഏത് സബ്ഷെല്ലിലേക്കാണ്? യെസ്, ദാറ്റ്സ് എസ് സബ്ഷെൽ. അപ്പോൾ ഏതാണ് അതിൻ്റെ ബ്ലോക്ക്? എസ് ബ്ലോക്കാണ് മഗ്നീഷ്യം ഉള്ള ബ്ലോക്ക്. ദെൻ നെക്സ്റ്റ് നൈട്രജൻ, അറ്റോമിക് നമ്പർ 7, നമ്പർ ഓഫ് ഇലക്ട്രോൺ 7 എണ്ണം ഉണ്ടാകും. 1s2, 2s2, 2p3. അവസാനമായി ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെട്ടത് പി സബ്ഷെല്ലിലേക്കാണ്. അപ്പോൾ നൈട്രജൻ്റെ ബ്ലോക്ക് ഏതാണ്? പി ബ്ലോക്കാണ്. ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് സ്കാൻഡിയം, അറ്റോമിക് നമ്പർ 21, 21 ഇലക്ട്രോൺ ഉണ്ടാവും. 1s2, 2s2, 2p6, 3s2, 3p6, 3d1, 4s2. ഏത് സബ്ഷെല്ലിലാണ് അവസാനം ഇലക്ട്രോൺ നിറയുന്നത്? 4sലാണോ? അല്ല, 3p6 കഴിഞ്ഞാൽ 4sൽ നിറയും. ഈ 4sൽ നിറഞ്ഞതിന് ശേഷം എവിടെ നിറയുന്നത്? 3dയിൽ. അപ്പോൾ സ്കാൻഡിയം ഏത് ബ്ലോക്ക് എലമെൻ്റാണ്? ടി ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഒരു പീരിയോഡിക് ടേബിൾ എടുക്കുക, ബ്ലോക്കുകൾ നിങ്ങൾക്കറിയാലോ, അത് വെച്ചിട്ട് ഇതിൽ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഹോംവർക്ക് ഉണ്ട്. ഹോംവർക്ക് 1 എന്ന് എഴുതുക. ഫൈൻഡ് ദ ബ്ലോക്ക് ഓഫ് ഫോളോയിങ് എലമെൻറ്റ്. താഴെ തന്നിരിക്കുന്നവയുടെ ബ്ലോക്കുകൾ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് ഇത് എഴുതുക, ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക, ബ്ലോക്ക് കണ്ടുപിടിക്കുക, ആൻസർ എഴുതുക. റെഡി? അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പീരിയോഡിക് ടേബിളിലുള്ള ഒരു എലമെൻറ്റിൻ്റെ പീരീഡ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത പരിപാടിയാണ്. അവിടെ നമ്മൾ ചെയ്തത് ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാണോ അതിൻ്റെ നമ്പറാണ് എടുത്തിരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഔട്ടർ മോസ്റ്റ് സബ് ഷെൽ ഏതാണോ അതിൻ്റെ നമ്പറായിരിക്കും പീരീഡ്. എങ്ങനെ? ഓർമ്മയില്ലാത്തവർക്ക് വീണ്ടും ഓർക്കാൻ വേണ്ടി 2-3 എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ബെറിലിയം, അറ്റോമിക് നമ്പർ 4. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാണ്? ബാഹ്യതമ ഷെല്ല് സെക്കൻഡ് ഷെല്ലാണ്, അതിലാണ് എസ് സബ് ഷെല്ല് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പീരീഡ് എത്രയായിരിക്കും? സെക്കൻഡാണ് പീരീഡ്, രണ്ടാമത്തെ പീരീഡ് ആയിരിക്കും. പീരീഡ് ടേബിൾ നോക്കി നോക്കൂ. അടുത്ത ആൾ കാർബൺ, ആറ്റോമിക് നമ്പർ 6, 6 ഇലക്ട്രോൺ ഉണ്ടാകും ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ. 1s2, 2s2, 2p2.
അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ല് സെക്കൻഡാണ്, സെക്കൻഡിൽ സബ് ഷെല്ലിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ പീരീഡ് എത്ര ആയിരിക്കും? സെക്കൻഡ് പീരീഡാണ്. ഓക്കെ. ദെൻ തേർഡ് വൺ സോഡിയം, അറ്റോമിക് നമ്പർ 11, 1s2, 2s2, 2p6, 3s1. ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാണ്? തേർഡ് ഷെല്ലാണ്. സോ ദ പീരീഡ് തേർഡ്. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ. ഇനി ഒന്ന് നോക്കാനല്ലോ, ഇപ്പോൾ ഏറെക്കുറെ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഏതാണ് നമ്മൾ പിടിക്കേണ്ടത്? 3s2, 3p6, 4s1 ആണ് ഇലക്ട്രോണിക് വിന്യാസം. ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4s ആണ് വരുന്നത്. അപ്പം പീരീഡ് 4. റെഡി? പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണിത്. പക്ഷേ മാർക്ക് 4 മാർക്ക് വരെ ചോദിക്കാൻ പറ്റിയ ഏരിയകളാണ്, ചോദിക്കുന്ന ഏരിയകളാണ്. ഓക്കെ. അപ്പോൾ ഇത് നല്ലോണം നമ്മൾ പഠിച്ചിട്ട് തറവാക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ. ഒരു ഡൗട്ട് ഇവിടെ ഉണ്ടാവരുത്. യെസ്. ഇനി ഹോംവർക്ക് സെക്കൻഡ്. ലിഥിയം, നൈട്രജൻ, അയൺ, ഹീലിയം ഇവരെ എന്ത് ചെയ്യുക? പീരീഡ് കാണുക. ഓക്കെ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും